അപ്പോൾ ഇതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫാക്റ്റ് എന്ന് പറയുന്നത്, പലരും ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട്, ഒരു പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ ആ പാമ്പിനെ തല്ലിക്കൊന്ന് അല്ലെങ്കിൽ ജീവനോടുകൂടെ എടുത്ത് അത് ആ ഡോക്ടറെ കാണിച്ച് അത് ഇന്ന പാമ്പാന്ന് ഐഡന്റിഫൈ ചെയ്യണം എന്നുള്ളൊരു മിസ്കൺസെപ്ഷൻ പണ്ടുണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് അതിന്റെ ആവശ്യമില്ല. കാരണം പോളി വാലന്റ് സ്നേക്ക് വൻ ആണ്. പോളി മീൻസ് ഒന്നിലധികം. അപ്പൊ ഈ 4 സ്നേക്കാണ് നമുക്ക് കടിക്കാൻ സാധ്യതയുള്ളൂ. നമ്മുടെ ഇന്ത്യയിൽ ഈ 4 സ്നേക്കേ കടിക്കുള്ളൂ. അതിന് എക്സെപ്ഷൻ ആണ് ഈ കിങ് കോബ്ര. കിങ് കോബ്ര കടിച്ചാൽ മരണത്തിന് കീഴടങ്ങുക എന്നല്ലാതെ വേറെ ഒന്നുമില്ല. കാരണം അതിനുള്ള ആന്റിവെനം നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോ ഈ സ്നേക്കിനെ തല്ലിക്കൊന്ന് കൊണ്ടുവന്നിട്ട് അത് ഏത് സ്നേക്കാന്ന് ഐഡന്റിഫൈ ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല. നമ്മൾ ഈ കൊടുക്കുന്ന ആന്റി സ്നേക്ക് വെനം കൊടുത്തു കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ 99.9% ആ വ്യക്തി രക്ഷപ്പെടും. അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം. പക്ഷെ ആക്ട് അറ്റ് റൈറ്റ് ടൈം. നമ്മൾ ഒരുപാട് ഡിലേ കഴിഞ്ഞപ്പോൾ ആ പേഷ്യന്റിന് കാർഡിയാക് അറസ്റ്റിൽ പോയി, അല്ലെങ്കിൽ ആ പേഷ്യന്റ് ശ്വാസം ഇല്ലാത്തൊരവസ്ഥയിൽ പോയി, ഓക്സിജൻ കുറഞ്ഞ് തലച്ചോറിലേക്കുള്ള രക്തോട്ടം ഇല്ലാത്തൊരവസ്ഥയിൽ പോയിട്ട് ഒരു പേഷ്യന്റ് എത്തിച്ചാൽ ചിലപ്പോൾ ഒരു പക്ഷേ മരണം സുനിശ്ചിതമാണ്. അപ്പോൾ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോഴേ തന്നെ നമ്മൾ ആ പേഷ്യന്റിനെ ടെർഷറി സെന്ററിൽ എത്തിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആന്റി സ്നേക്ക് വെനം ഉള്ള ഒരു ടെർഷറി സെന്ററിൽ എത്തിക്കുകയാണെങ്കിൽ വി ക്യാൻ സേവ് ദാറ്റ് പേഷ്യന്റ്. ഇപ്പൊ പലപ്പോഴും പാമ്പ് കടി ഏറ്റു കഴിഞ്ഞാൽ ഏത് പാമ്പ് എന്നറിയാനായിട്ട് ഒരു പാമ്പിനെ തപ്പി നടക്കുന്ന ഒരു പരിപാടി അത് നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് ഈ പോളി വാലന്റ് സ്നേക്ക് വെനം എന്ന് നമ്മൾ ആന്റി സ്നേക്ക് വെനം നമ്മൾ പറയുന്നത്. അപ്പൊ ഈ ബിഗ് 4ന്റെ ആന്റി സ്നേക്ക് വെനം അതിനകത്തുള്ളത് കൊണ്ട് പാമ്പിനെ കൊണ്ടുവരേണ്ട കാര്യമില്ല. ഇനി വേറൊരു കൂട്ടരുണ്ട്, നമ്മൾ കടിച്ച പാമ്പ് ചിലപ്പോൾ 2 തരം ഉണ്ട്. ഒന്ന് ഒരു ഡ്രൈ ബൈറ്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് പാമ്പ് കടിച്ചാലും വിഷം ഉള്ളിലോട്ട് പോയിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് ഒരു ലക്ഷണങ്ങളും വരില്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ കടിച്ചത് വിഷമുള്ള പാമ്പായിരിക്കും. അതിനെ പറഞ്ഞ പേരാണ് ഡ്രൈ ബൈറ്റ്. രണ്ടാമത് വിഷമില്ലാത്ത തരം 75% പാമ്പുകളും വിഷമില്ലാത്ത പാമ്പുകൾ നമ്മളെ കടിക്കുന്നത്. അപ്പൊ അത് കടിച്ചു കഴിഞ്ഞാൽ നമുക്കത് കണ്ടാൽ മനസ്സിലാവും, കുറെ അധികം പല്ലുകൾ നമുക്ക് അവിടെ കാണാൻ പറ്റും. പക്ഷെ വിഷമുള്ള പാമ്പാണ് കടിച്ചതെങ്കിൽ 2 ഫാങ് മാർക്കേ അവിടെ കാണാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം കുറെ അധികം പല്ലുകൾ കണ്ടാൽ വിഷമില്ലാത്തൊരു പാമ്പാണ്. വിഷമില്ലാത്ത പാമ്പാണ് കടിച്ചതെങ്കിൽ നമ്മള് മറ്റ് പ്രൊസീജിയറിലേക്ക് വിഷമില്ലാത്തതാണെങ്കിലും വിഷമുള്ളതാണെങ്കിലും നമ്മൾ ഹോസ്പിറ്റലിൽ ടെർഷറി സെന്ററിൽ എത്തി നമ്മൾ 24 hour ഒബ്സർവേഷൻ ചെയ്ത് നമ്മൾ പാമ്പിന് വിഷം 2 തരത്തിലാണ് ആക്ട് ചെയ്യുന്നത്. ഒന്ന് നമ്മുടെ നാഡീഞരമ്പുകളെ നാഡീവ്യൂഹങ്ങളെ ആക്ട് ചെയ്യും. 2 നമ്മുടെ രക്തകോശങ്ങളെയും കിഡ്നീനെ ആക്ട് ചെയ്യും. അപ്പൊ ഈ 2 സംഭവങ്ങളും പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയാൽ മാത്രമേ നമുക്ക് ആ 24 മണിക്കൂർ കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു ടെർഷറി സെന്റർ, അതായത് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ മെഡിക്കൽ കോളേജും അങ്ങനെയുള്ള ഫെസിലിറ്റി ഉള്ള സ്ഥലങ്ങളിൽ നമ്മൾ ചെന്ന് അഡ്മിറ്റ് ആയി ഇത് ഒബ്സർവ് ചെയ്ത് അതിന് വേണ്ട ബ്ലഡ് ടെസ്റ്റുകളും എല്ലാം ചെയ്തിട്ടേ തിരിച്ചു പോരാവൂ. ഇപ്പൊ ഒരു പാമ്പ് കടി ഏറ്റു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും അടുത്ത് കിട്ടുന്ന ഡോക്ടറെ അടുത്തേക്ക്, അല്ലെങ്കിൽ ഏറ്റവും ചെറിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ പോലും അവിടെ എത്തിക്കാനായിട്ട് ശ്രമിക്കും ചിലർ. ആ ഒരു പേടി കാരണം എവിടേക്കെങ്കിലും പോവാന്നുള്ള ഒരു ഉദ്ദേശത്തിൽ. പക്ഷെ അങ്ങനെ എവിടെയെങ്കിലും പോയി സമയം കളയാതെ കൃത്യമായിട്ട് ഇത്രയും